നമസ്കാരം. അശാസ്ത്രീയമായ റോഡുകളും അവയിൽ പൊലിയുന്ന ജീവനുകളും ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഭീതി, അസ്വസ്ഥത, അതോടൊപ്പം അത് ആ സമൂഹത്തെക്കുറിച്ച്, ആ സംവിധാനത്തെക്കുറിച്ച് മറ്റിടങ്ങളിൽ സൃഷ്ടിക്കുന്ന ചിത്രം, ഇത് രണ്ടും ഒരേപോലെ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ ചർച്ചകൾ നമ്മൾ പലവട്ടം എടുത്തിട്ടതാണ്. ഡ്രൈവിംഗ് ലൈസൻസുകൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമം, അതിനെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം കൈകാര്യം ചെയ്ത രീതി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത്തരമൊരു നയം കൊണ്ടുവരുന്നതിന് പിന്നെ രാഷ്ട്രീയമോ കൊണ്ടുവന്ന വ്യക്തിയുടെയോ ആ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമോ ഒക്കെ മാറ്റിവെച്ചാലും പാൻ ഇന്ത്യ എന്നും ഒക്കെ സിനിമകളെക്കുറിച്ച് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത്തരമൊരു വിഷയം ഏറ്റെടുക്കാനും അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ പ്രയത്നിക്കാനുമുള്ള ഒരു മനസ്സ് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ. അവിടെ നിന്നുമാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. റോഡുകളും സ്ഥലം ഏറ്റെടുക്കലും സ്ഥലം കയ്യേറലുമൊക്കെ പലതുകൊണ്ടും പല കാലഘട്ടത്തിൽ പലതരത്തിൽ നമ്മുടെ നാട്ടിൽ ചർച്ചയായിട്ടുണ്ട്. നമ്മളത് ജനാധിപത്യത്തിൻ്റെ വലിയൊരു അംശമായി അല്ലെങ്കിൽ വലിയൊരു ശക്തിയായിട്ട് നമുക്ക് പലപ്പോഴും തന്നെ കാണാൻ കഴിയും. കാരണം നമ്മളിത് പലവട്ടം ചർച്ച ചെയ്തതുപോലെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് യോജിക്കാത്ത വലിയ വ്യവസായങ്ങൾ ഇവിടെ വരുന്നതിനെ പ്രതിരോധിച്ചിരുന്നതും ഒക്കെ ഇത്തരമൊരു ഒരു 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 ജനാധിപത്യ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ആ ജനാധിപത്യ സംവിധാനം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത് കലാലയ രാഷ്ട്രീയമായിട്ടായാലും ഇവിടുത്തെ നോക്കുകൂലിയായിട്ടായാലും ഒക്കെ അത്തരമൊരു രീതി തന്നെയാണ് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. നമ്മളത് പാലക്കാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻ്റെ പ്രദേശത്തുള്ള ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ, ഒലവക്കോടുള്ള പാലക്കാട് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതേ വിഷയം പറഞ്ഞു. അത്തരമൊരു ഘട്ടത്തിലൂടെ തന്നെ നമ്മൾ ഈ വീണ്ടും റോഡ് അപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലേക്കാണ് നമ്മൾ വീണ്ടും കടക്കേണ്ടത്. സ്ഥലമേറ്റെടുക്കൽ, പുനരധിവാസം, കയ്യേറ്റം, ഇത് പലതുകൊണ്ടും പലതരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്തരം ചർച്ചകളൊന്നും ഒരു തരത്തിൽ ഒരു അതിൻ്റെ യഥാർത്ഥ, ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ പ്രധാന സൂത്രധാരനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളെല്ലാം അവസാനിക്കും എന്ന് പറയുന്നത് പോലെ പലതുകൊണ്ടും ഇത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ ചർച്ചകൾ കടന്നു പോകാൻ. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നത് തന്നെയാണ്. അതുതന്നെയാണ് ഈ റോഡുകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഒരു റോഡ് കുഴി അടയ്ക്കുന്നതിലൂടെ അവസാനിക്കുന്നതാണോ ഇത്? എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. അത് കൂടുതൽ ആധികാരികമായ ചർച്ചകളിലേക്ക് കടക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് അക്കൗണ്ടബിലിറ്റി എന്നുള്ള ഒരു വിഷയം പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ചും ജനാധിപത്യ സംവിധാനത്തിൽ റോഡുകളുടെ ഉത്തരവാദിത്തം ആരുടേതാണ്? നാഷണൽ ഹൈവേയുടെ പേരിൽ അത് ഇടുന്നു, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പേരിലിടുന്നു, പഞ്ചായത്ത് റോഡുകൾ എന്ന് പറയുന്നു, മുനിസിപ്പാലിറ്റി റോഡുകൾ എന്ന് പറയുന്നു. ഇപ്പോൾ പാലക്കാട് തന്നെ ഒരു 2-3 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഇത്ര മീറ്റർ സ്കൂളുകളുടെ അല്ലെങ്കിൽ ആരാധനകൾ ഇത്ര മീറ്റർ അപ്പുറത്ത് ബാറുകൾ പാടില്ല എന്നൊക്കെ പറയുകയും ബാർ തൊഴിലാളികളുടെ അടക്കമുള്ള എൻ്റെ വളരെ അടുത്ത ബന്ധുവിൻ്റെ ഒരു തൊഴിലിനടക്കം അത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് മാസങ്ങൾക്കുള്ളിലോ കുറച്ച് ആഴ്ചകൾക്കുള്ളിലോ ഇതൊക്കെ മാറ്റുകയും പഞ്ചായത്ത് റോഡിൽ വരാം, മുനിസിപ്പാലിറ്റി റോഡിൽ വരാം, അങ്ങനെ വരാം, ഇങ്ങനെ വരാം എന്നൊക്കെ പറയുകയും ഈ ബാറുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള നിയമവശം അല്ലെങ്കിൽ നിയമരാഹിത്യം എന്നുള്ളത് നമുക്കറിയില്ല. GSTയെക്കുറിച്ച് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ഒരു വലിയ സംവിധായകൻ്റെ സിനിമ കടന്നുപോലെ അത് അവർ ആ സംഭാഷണത്തിൽ വലിയ അർത്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൈയടിക്കുന്നത് പോലെ, കഥ പറയുമ്പോൾ സിനിമയിൽ മമ്മൂട്ടിയുടെ പ്രസംഗം കണ്ട് ഇന്നസെൻറ്റും സലീം കുമാറും പരസ്പരം മുഖത്ത് കൈയടിക്കുന്ന പോലെ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അർത്ഥങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളതിനെ അവഗണിച്ചു പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ കടക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ റോഡ് അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ റോഡ് സെൻസ് ഇല്ലാത്ത
സിവിക് സെൻസ് ഇല്ലാത്ത, ഗ്രീൻ സെൻസ് ഇല്ലാത്ത, പ്രകൃതിയോട് ചേർന്ന് പോകുന്ന ഒരു സാമൂഹിക സംസ്കാരമില്ലാത്തൊരിടമായി കേരളം മാറുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വിഴിഞ്ഞം പോലെയുള്ള സംഭവങ്ങളൊക്കെ, വിഴിഞ്ഞം പോലെയുള്ള വലിയ ഉദ്യമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കണ്ടെയ്നറുകൾക്കും ലോജിസ്റ്റിക്കുകൾക്കും എല്ലാം വേണ്ടി പുതിയൊരു സംവിധാനം തന്നെ ഉയർന്നു വരേണ്ട ഒരു ഘട്ടത്തിൽ, അതുമായി ബന്ധപ്പെട്ട് പുതിയ തൊഴിൽ വിപണി തന്നെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ തന്നെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് കയറ്റി ഇറക്കുമതി, ചരക്ക് ഗതാഗതം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പൂർണ്ണമായ വേഗതയിൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിയ കണ്ടെയ്നറുകൾക്ക് ചെറിയ പോർട്ടുകളിൽ നിന്ന് എത്തുന്ന, ചെറിയ വഴികളിൽ നിന്ന് എത്തുന്ന കണ്ടെയ്നറുകൾ അവർ ഉദ്ദേശിച്ച വേഗത്തിൽ എത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ സാങ്കേതികത നമുക്ക് പുറമേ അറിയില്ല. അപ്പോൾ പലതുകൊണ്ടും കേരളം പോലെ ജനസാന്ദ്രത കൂടിയ ചെറിയൊരു സംസ്ഥാനത്ത് ലോജിസ്റ്റിക്കുകളും കണ്ടെയ്നറുകളും ഒക്കെ വലിയ വിഷയം തന്നെയാണ്. അതിനനുസരിച്ചുള്ള റോഡ് ഗതാഗത സംവിധാനം വേണ്ടുന്നവരുണ്ട്. അവിടെയാണ് റോഡ് സെൻസുള്ള ഒരു സംവിധാനം വേണ്ടുന്നവരുണ്ട്. അവിടെയാണ് ഉത്തരവാദിത്വം എങ്ങനെ ആരിൽ നൽകണമെന്ന് നമ്മൾ അറിയേണ്ടത്. ടാറിങ് മുതൽ എല്ലാത്തിലും അഴിമതി നമ്മൾ കാണാറുണ്ട്. ഒരു വർഷം കൊണ്ട് റോഡ് കേടാവുന്നതും വീണ്ടും ആ പണി ആരംഭിക്കുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം പോലെ, എന്തുകൊണ്ട് ഇവിടെ സ്ഥലം മാറ്റി എന്ന് പറയുന്ന പോലെ, എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് കേടുവന്നു, ആർക്കാണെന്ന് ഉത്തരവാദിത്തമെന്ന് ജനങ്ങൾക്ക് അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള നികുതി പണം നഷ്ടപ്പെടുന്നു, വലിയ രീതിയിലുള്ള ജീവൻ നഷ്ടപ്പെടുന്നു. നമ്മുടെ ജീവിത രീതി മാറിയൊരു ഘട്ടത്തിൽ ഇത് കൂടുതൽ അപകടമുണ്ടാക്കുന്നു. നൈറ്റ് ലൈഫിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. തൊഴിൽ സംസ്കാരം മാറുന്നു. ഒരുപക്ഷെ IT കമ്പനികളൊക്കെ വലിയ രീതിയിൽ കേരളത്തിൽ വരാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ പൂർവ്വത അറിയില്ല. എങ്കിൽ പോലും ഒരു 20 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പുള്ള പോലെയല്ല രാത്രിയുള്ള ജീവിതം. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു, കൂടുതൽ സ്വകാര്യ വാഹനം ആളുകൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നു. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ റോഡുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം കൂടുന്നു. വലിയ വലിയ മാളുകൾ വരുന്നു. ഈ മാളുകൾ വരുന്നത് വലിയ ദൂരത്തിൽ വണ്ടി ഓടിച്ചു വരുന്നവർക്ക് പാർക്ക് ചെയ്ത് വാങ്ങാൻ പറ്റാവുന്ന രീതിയിലും അവിടെ കണ്ണിൽ പെടാവുന്ന രീതിയിലുമാണ് ഇത്തരം മാളുകൾ വരുന്നത്. ആ മാളുകൾ വരുന്നത് മാധവ് ഗാഡ്ഗിലിൻ്റെയും ഗ്രേ തുൻബർഗിൻ്റെയൊക്കെ മുഖത്തുകൂടെയാണ്. വലിയ രീതിയിലുള്ള ഹരിത നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ്. എന്നാൽ അപ്പോഴും ചെറിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒഴിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നമ്മൾ ചെറിയ ചെറിയ മൊബൈൽ കടകൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചെറിയ ചെറിയ കടകളിൽ തീപിടുത്തം നമ്മൾ കാണുന്നുണ്ട്. ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതായാലും സ്ഥലമേറ്റെടുപ്പ് ബന്ധപ്പെട്ടായാലും കൃത്യമായ നിയമങ്ങളോ അളവുകോലുകളോ കണക്കുകളോ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് ഇത് മൊത്തം മാറുന്നു. 6 കടകൾ വേണ്ടയിടത്ത് 12 കടകൾ ഉണ്ടാകുന്നു. ഇവയ്ക്കെല്ലാം ചെയ്യുന്ന ഇലക്ട്രിക് കണക്ഷൻ എങ്ങനെ ലഭിക്കുന്നത് നമുക്കറിയുന്നില്ല. ഈ കടകളെല്ലാം റോഡ് കയ്യേറിക്കൊണ്ട് വരുന്നു. റോഡിൻ്റെ വീതി വർദ്ധിക്കാത്ത സാഹചര്യം വരുന്നു. ഈ റോഡുകളിലേക്ക് വലിയ ലോറികളൊക്കെ കടന്നു വരുന്നു, വലിയ വാഹനങ്ങൾ കടന്നു വരുന്നു. രാത്രി 8-9 മണിക്ക് ഒരു 15 കൊല്ലം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ വണ്ടികൾ വരുന്നു. അതനുസരിച്ച് റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാഹചര്യമുണ്ട്. റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ഒരു നിയമ സംവിധാനത്തേക്ക് നമ്മൾ കടക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വം നൽകുകയും അവരുടെ മേൽ ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. പിഴവുകൾ വരുത്താൻ പാടില്ലാത്ത ഉത്തരവാദിത്വം അവർ നൽകുന്നു. കാരണം ആഗോളതലത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കാണേണ്ടതാണ്. ആഗോളതലത്തിൽ ഇപ്പോൾ ട്രംപിലൂടെ സംഭവിക്കുന്ന ഒരു മാറ്റം, ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷം ഇന്ത്യക്ക് അനുകൂലമാകും എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ചും പാശ്ചാത്യ അനുകൂലമാകുമെന്നുള്ള സാഹചര്യമൊക്കെ ആ പ്രതീക്ഷയിലല്ല ഇപ്പോൾ കടന്നു പോകുന്നത്. കുടിയേറ്റക്കാരുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരും വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ട്രംപിൻ്റെ ഒപ്പം വലതുപക്ഷമായ ലോകം കൊണ്ടാടിയ ആളുകൾ ഈ കുടിയേറ്റക്കാരുടെ കൂട്ടത്തിൽ വരുന്നു, രാജ്യത്തെ വിദേശികളുടെ കൂട്ടത്തിൽ വരുന്നു, രാജ്യത്തിലേക്ക് കയറി വന്നവരുടെ കൂട്ടത്തിൽ പെടുന്നു. അപ്പോൾ തൊഴിലും H1B വിസയുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നൊരു ഘട്ടത്തിൽ ട്രംപിനെ പോലെ പരസ്പര കയറ്റിറക്കുമതി അല്ലെങ്കിൽ ട്രേഡ് ബാർഗെയിനിങ്ങിന് താല്പര്യമുള്ള ഒരാൾ വരുമ്പോൾ, എലോൺ മസ്കിനെ പോലെ ഒരാൾ അധികാരം ഏറ്റെടുക്കുമ്പോൾ, ഭരണകൂടങ്ങളെ നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ
ആഗോളതലത്തിലുള്ള ശൈലി നമ്മൾ രൂപവൽക്കരിക്കേണ്ടതുണ്ട്. അപ്രവചനീയതയ്ക്ക് ഒരു സ്ഥായി ഭാവം കൈവരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു റോഡ് സെൻസ് നമ്മൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. അവിടെയാണ് വിഴിഞ്ഞമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടാണ് ഇനി അങ്ങോട്ട് നമ്മുടെ വ്യാവസായിക പുരോഗതി ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. അതിൽ ആദ്യത്തേതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള ആ യുദ്ധം എന്ന് പറയുന്നത്. അത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ഡാമുകളും കടൽ പാതകളും ചരക്ക് ഗതാഗത പാതകളൊക്കെ വലിയ രീതിയിൽ സ്വയംഭരണത്തിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും ഭാഗമാകുന്നു. ഗ്രീൻലാൻഡും പാനമ കനാലും കാനഡയുമൊക്കെ അതിൻ്റെ ചൂടറിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരു തായ്വാനായിട്ട് കാനഡയോ ഒക്കെ മാറുകയില്ലെങ്കിലും വിഭവങ്ങൾ അവയുടെ സ്വയം പര്യാപ്ത വലിയ ആവശ്യമാണെന്നുള്ള രീതിയിലേക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തു. അപ്പോഴും ഒരു യുദ്ധസമാനമായ അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായൊരു വ്യാപാര നയം ഒരു രാജ്യത്തിന് ഉപവൽക്കരിക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. എങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ H1B അടക്കം വിസകളുടെ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നയം മാറ്റത്തിന് മാനസികമായി പ്രാപ്തരാകേണ്ടതുണ്ട്. അവിടെയാണ് റോഡുകളുമെല്ലാം ചേരുന്നൊരു വികസനം പ്രധാനപ്പെട്ടാവുന്നത്. വിഴിഞ്ഞം പോലെ ഒരു വലിയ ലോകത്ത് തന്നെ ഏറ്റവും സ്വാഭാവികമായ ഏറ്റവും പ്രവർത്തനക്ഷമമായ ഒരു തുറമുഖം ഉണ്ടായിട്ട് അതിൻ്റെ ഗുണം ഒരു സമൂഹത്തിന് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ അത് വളരെ നിരാശാജനകമാണ്. നമ്മളത് മുമ്പുള്ളൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു. അവിടെയാണ് റോഡുകൾ പ്രധാനപ്പെട്ടതാവുന്നത്. റോഡുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടബിലിറ്റി പ്രധാനപ്പെട്ടതാവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡാമുകളുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ അറിയുന്നുണ്ട്. അത് വലിയൊരു വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ബന്ധം പുനഃസ്ഥാപിക്കലേക്ക് എത്തിയതിന് ശേഷം ലോകത്തെ ഏറ്റവും വലിയ ഡാം എന്ന മോഹമായിട്ട് ചൈന ഇന്ത്യയുടെ പരിസരത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് സംഭവിച്ച തിരിച്ചടിയിൽ കടലിൻ്റെയും കടൽ പാതകളുടെയും തുറമുഖങ്ങളുടെയും ഒക്കെ അവകാശവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ താല്പര്യമുണ്ട് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യം. അപ്പോൾ ജലവും സ്വയം പര്യാപ്തിയും എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഇന്ത്യ പോലെയൊരു രാജ്യം ക്ലീൻ എനർജിയുമായി ബന്ധപ്പെട്ട് വലിയ ആഗ്രഹങ്ങളും ആശയങ്ങളും വെച്ച് പുലർത്തുന്നൊരു രാജ്യം റെയർ മിനറൽസിനെ, അത്തരം ക്ലീൻ എനർജിക്ക് ആവശ്യമായ ധാതുക്കളെ വലിയ രീതിയിൽ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ വലിയൊരു സംഖ്യ ചിലവഴിച്ച് വാങ്ങുമെന്ന് നമ്മൾ അറിയുന്നത്. ഈ മിനറലുകൾ, ഈ ധാതുക്കൾ സ്വയം പര്യാപ്തതയ്ക്ക് യോജിച്ച അളവിൽ നമുക്ക് ഉണ്ടായിട്ടാണ് ഇത് എന്നുള്ളതാണ് നിരാശാജനകമായ കാര്യം. ഇത്തരം ഒരു പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആശയങ്ങളിലേക്ക് ആവശ്യങ്ങളിലേക്ക് കടക്കേണ്ടത്. ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒരു പുതിയ ഡാം നയം കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഉപയോഗശൂന്യമല്ലാത്ത ഡാമുകൾ, അവയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന തുക, വലിയ തുക ചിലവഴിച്ച് വൈദ്യുതി വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, അത് വൈദ്യുതി നികുതി ഉയർത്തേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ ഇത്തരമൊരു സ്വയം പര്യാപ്തി ഇല്ലായ്മയോടുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ് റോഡുകളുടെ സ്ഥിതി എന്ന് പറയുന്നത്. കാരണം കേരളത്തിന് അതിൻ്റേതായ റോഡ് നയം ആവശ്യമാണ്. വിഴിഞ്ഞം പോലെയൊരു സംവിധാനം പോലെയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ലോജിസ്റ്റിക്കുകളും കണ്ടെയ്നറുകളും എല്ലാം ചേർന്നൊരു പുതിയ സാമ്പത്തിക നയം നമുക്ക് രൂപവൽക്കരിക്കേണ്ടതുണ്ട്. ഇവയെല്ലാം ഒരു തൊഴിൽ നയം കൂടിയാണ്. ചരക്ക് ഗതാഗതം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ പൊതുഗതാഗതത്തെ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയില്ലേ? പൊതുഗതാഗതം നമ്മൾ മെച്ചപ്പെടുത്തുമ്പോൾ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ കഴിയില്ലേ? സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഹരിത ഊർജ്ജം നമുക്ക് ഉപയോഗിച്ചുകൂടെ? ഹരിത ഊർജ്ജം ഉപയോഗിക്കുമ്പോൾ പ്രകൃതി കൂടുതൽ മെച്ചപ്പെട്ടതാവുന്നില്ലേ? പ്രകൃതി കൂടുതൽ മെച്ചപ്പെട്ടതാകുമ്പോൾ സാമൂഹികമായ സുരക്ഷ കൂടുതൽ കൈവിടില്ലേ?
അതിൻ്റെ ആദ്യപടിയല്ലേ മികച്ച റോഡുകൾ എന്ന് പറയുന്നത്. മികച്ച റോഡുകൾ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. എങ്ങനെ റോഡ് ഉപയോഗിക്കണം എന്ന് അറിയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഒരുപാട് ഇടവഴികളും ഓടുവഴികളും എല്ലാമുള്ള കേരളം പോലെ, ഇന്ത്യ പോലൊരു പ്രദേശത്തെ നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. മുമ്പ് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞ പോലെ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിൽ താഴെയാണ് യൂറോപ്പിലുള്ള ആകെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള നയമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ റോഡ് അപകടങ്ങൾ മറ്റൊരു സാമൂഹിക സാമ്പത്തിക യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. അതാണ് നേരത്തെ നമ്മുടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം. സ്ഥലം വിട്ടുകൊടുക്കാൻ ജനങ്ങൾക്കുള്ള വൈമുഖ്യം. ആ വൈമുഖ്യത്തിൻ്റെ കാരണം എന്താണ്? വിട്ടുകൊടുത്താൽ പണം സമയത്ത് കിട്ടില്ല എന്നുള്ളതാണോ? അതോ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്നുള്ള ധാരണയാണോ? എന്ത് തന്നെയായാലും നേരത്തെ റോഡ് സെൻസിനെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു പൗരബോധം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നാടിൻ്റെ വികസനത്തിനായി വിട്ടുകൊടുക്കുമ്പോൾ അത് വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട അവരെ കൂടി വിശ്വാസത്തിലെടുക്കുക, അവർ ചെയ്യുന്ന നാടിന് വേണ്ടി ഒരു വിട്ടുവീഴ്ചയാണെന്നുള്ള ബോധ്യം ഭരണകൂടങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു സാഹചര്യമുണ്ട്. 4 വർഷം മുമ്പ് അന്താരാഷ്ട്ര സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കയ്യേറിയൊരു അപ്പാർട്ട്മെൻറ്റ് നികത്തിയ തകർത്തൊരു സംഭവം ഉണ്ടായിരുന്നു. കയ്യേറ്റത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടമായിട്ട് കണക്കാക്കിയ ആ സംഭവം ഒരു വലിയ തമാശയായിട്ടും ഒരു വലിയ തെറ്റായിട്ടും, ഒരു വലിയ തമാശയെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയും ഒരു വലിയ തെറ്റായിട്ട് നീതിപീഠത്തിനെ പറയിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്രകൃതിയോട് ചേർന്ന് പോകുന്ന ഹരിത നയങ്ങൾക്കും ഉപയോഗത്തിനും റോഡുകൾക്കുമൊക്കെ പുതിയൊരു നയം നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെയാണ്. ആരെങ്കിലും ബോധിപ്പിക്കപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ ആ ബസ് കണ്ടുകെട്ടിക്കൊണ്ട് ആ ബസ് മുതലാളിമാരെ സമൂഹത്തിൽ ഏറ്റവും വലിയ ക്രിമിനലാക്കിക്കൊണ്ടുള്ള ഒരു നയമല്ല അവിടെ വേണ്ടത്. തീർച്ചയായും അവിടെ തെറ്റിന് ശിക്ഷ ആവശ്യമാണ്. പക്ഷേ റോഡുകൾ കൂടി ചേർന്ന് പോകുന്നതാണ് ആ ഒരു നയം എന്ന് പറയുന്നത്. മികച്ച റോഡുകളും മികച്ച പൊതുഗതാഗതവും ഉണ്ടാകുമ്പോൾ ഊർജ്ജ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ, മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. ചരക്ക് കടത്തിന് വലിയൊരു ആഗോള നിലവാരം അതിലൂടെ കൈവരുമ്പോൾ നേരത്തെ പറഞ്ഞ വിഴിഞ്ഞം നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മുടെ മുന്നിൽ അവസരങ്ങളുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഏറ്റെടുത്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത്. അത് നമ്മളൊരു വിഷയത്തെ നോക്കിക്കാണുന്ന രീതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരു രാഷ്ട്രീയ വിഷയമായിട്ടോ സാമൂഹ്യ വിഷയമായിട്ടോ ഒക്കെയാണ് നമ്മളത് നോക്കിക്കാണേണ്ടത്. റോഡുകളും അവയുടെ വീതിയും അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളുമൊക്കെ കയ്യേറ്റവുമായിട്ടും സ്ഥലമേറ്റെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം എങ്ങനെയാണ് ചേർന്ന് പോകുന്നത്? ഒരു സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമാണ്. ആ സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഹരിത സാമൂഹിക വ്യവസ്ഥയാണ്. രാത്രി ജീവിതം എന്ന് പറയുന്നതിൻ്റെ സാമൂഹികവും സാമ്പത്തികമായ വശങ്ങളുണ്ട്. സ്ത്രീകൾ സുരക്ഷിതരായി രാത്രി പുറത്തിറങ്ങി ജോലി ചെയ്യുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഉന്നതമായൊരു സാമൂഹിക പുരോഗതി ലക്ഷണമാണ്. മാനവീയം പോലുള്ള വലിയ ആശയങ്ങൾ കൊണ്ടുവരികയും അവിടെ സാമൂഹിക വിരുദ്ധ അഴിഞ്ഞാടുകയൊക്കെ ചെയ്യുന്ന സംഭവം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഹരിത സാമ്പത്തിക ശാസ്ത്രം എങ്ങനെയാണ് ഉയർന്നു വരുന്നത്? അതൊരു സാമൂഹിക സാമ്പത്തിക ശാസ്ത്രം കൂടിയാണ്. ഒന്നില്ലാതെ മറ്റൊന്നും നിലനിൽപ്പില്ല. ലൈറ്റ് പൊല്യൂഷൻ പോലെയുള്ള വേദന ഉളവാക്കുന്ന അപകടം പിടിച്ച ഘടകങ്ങളുണ്ടെങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കും. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഹരിത ഊർജ്ജത്തിൻ്റെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ടോൾ പ്ലാസകളുമായിട്ടും ബന്ധപ്പെട്ട നയങ്ങൾ രൂപവൽക്കരിക്കേണ്ടത്. അതിനൊരു പുതിയ നയം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടക്കുന്ന ഒരു സംവിധാനത്തിൽ ജനങ്ങൾക്ക് മികച്ച രീതിയിൽ റോഡുകൾ ഉപയോഗിക്കാൻ കഴിയും. മുമ്പ് പറഞ്ഞ പോലെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആ പൊതുഗതാഗത സംവിധാനം ഏറ്റവും മികച്ചതാവേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ നമ്മുടെ സാമൂഹിക ഹരിത സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് എത്തേണ്ടത്. ഇതെല്ലാം സാധ്യതകളാണ്, ഇതെല്ലാം വെല്ലുവിളികളാണ്. വെല്ലുവിളികളെ സാധ്യതയാക്കി മാറ്റാൻ കഴിയുമ്പോഴാണ്, അതിലൊരു മനസ്സുണ്ടാകുമ്പോഴാണ് വിഴിഞ്ഞത്ത് വലിയ കപ്പലുകൾ വിടുന്നത്. ആ വലിയ കപ്പലുകൾ വലിയ വികസനവുമായി നമ്മുടെ മുന്നിൽ എത്തുന്നത്.
കേരള എക്കോണമി എന്നുള്ള ലേഖനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണിത്. ആ കേരള എക്കോണമി എന്നുള്ള ബ്ലോഗിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഹരിത സാമൂഹിക സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് റോഡ് സെൻസുള്ള ഒരു തലമുറയിലേക്ക് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള റോഡിൽ കൂടെ തന്നെ നടന്നു പോകാം. താങ്ക് യു.